ഏത് കടുത്ത വേനലിനെയും നേരിടാൻ സർക്കാർ മുൻ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി കുമാരമംഗലത്തു നിന്നും ഉള്ള കാഴ്ചകൾ. പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ചില മെമ്പർമാരും തമ്മിൽ ഐക്യധാരണയും ഇല്ലാത്തത് മൂലം വികസന കാര്യങ്ങൾ എങ്ങും എത്തിപ്പെടുന്നില്ല. കോൺട്രാക്ടർമാർ സർക്കാർ തലത്തിൽ ചെയ്തു തീർന്നിരിക്കുന്ന പണികൾക്ക് ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. കുമാരമംഗലം കറുക റോഡ് ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുഴി രൂപാന്തരപ്പെട്ട ഈ വളവ് പൊതുജനങ്ങൾക്കും അയൽവാസികൾക്കും ശല്യമായി തീർന്നിട്ടും അപകടകരമായ രീതിയിൽ അപകടങ്ങളും നടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി. കുമാരമംഗലം പഞ്ചായത്ത് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നിലം തൊടാതെയുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പഞ്ചായത്ത് വികസന സമിതികളും രൂപരേഖ മാർഗങ്ങളും തയ്യാറാക്കലാണ്. മിക്കപ്പോഴും ഈ വക കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തിരുവനന്തപുരം ഇല്ലെങ്കിൽ കളക്ടറേറ്റ് മീറ്റിംഗിലുമായിരിക്കും. പക്ഷെ പഞ്ചായത്തിന്റെ തൊട്ട് മൂക്കിന് താഴെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ഇവരാരും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. ജലജീവൻ പദ്ധതിയുമായി 2 വർഷം ഈ റോഡ് നശിച്ചു കിടന്നിട്ട് ശാപമോഷം കിട്ടിയിട്ട് 6 മാസമായില്ല. ഈ റോഡിനെ പറ്റി അയൽവാസി പറയുന്നത് കേൾക്കുക. പറയാനുള്ള അവർ വന്ന് 2-3 ആളെ വരും. ഒന്ന് താത്തിയിട്ട് ഒരു വള്ളി കെട്ടിയിട്ട് പോകും. അപ്പോൾ അവർ പറയും എന്നാ വലിയ പൈപ്പാണ് പൊട്ടിയേക്കണത്, ചെറുതല്ല, ഞങ്ങൾക്ക് കൊണ്ട് പറ്റില്ല അത്. പിന്നെ അവർ മൂടിയിടും. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ആൾ വരും, അതൊന്ന് മൂടിയിടും, പിന്നെയും പോകും. ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് നിൽക്കും, അവർ വണ്ടി കയറി അങ്ങോട്ട് പോകും. അവിടെ കിടക്കുള്ള വണ്ടി ബൈക്കുകാർ പലപ്പോഴും 5-8 പേരെ വന്ന് അവിടെ വീണിട്ടുണ്ട്. ഇതാണ് കുമാരമംഗലം പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നഗരവികസന മന്ത്രി എല്ലാം നമ്മുടെ തൊടുപുഴയിൽ എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഖാന്തരം ഇതുപോലെയുള്ള മന്ത്രിമാരുടെ അടുക്കൽ എത്തിക്കണം. കാരണം എങ്ങനെയും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് ജലജീവൻ പദ്ധതിയാണ്. ഏതാണ്ട് 10-15 വർഷം ഗ്യാരണ്ടീഡ് ആയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പണിയുന്നതാണ്. ഇങ്ങനെയൊരു പിഴകൾ വരാൻ സാധ്യതയില്ല. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണണം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റയടിക്ക് വെള്ളം തുറന്നു വിടണമുണ്ട്, അതിൻ്റെ ഫോഴ്സ് കൊണ്ട്, ശക്തി കൊണ്ട് പൊട്ടിപ്പോകുന്നതാണെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഒരിടത്തായിരിക്കുമല്ലോ ഇത്. ഈ കുമാരമംഗലം പഞ്ചായത്ത് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി പ്രദേശങ്ങളിൽ ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളാണെന്ന് തർക്കിക്കേണ്ട, അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അതിന് വേണ്ടപ്പെട്ട പരിഹാരക്രിയകൾ എത്രയും പെട്ടെന്ന് ഉണ്ടായി ഈ നാടിനെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ വിജയൻ.